ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ കലാപാഹ്വാനം, വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ക്രമസമാധാനം തകർക്കുന്ന രീതിയിൽ പെരുമാറുക എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇതൊരു ഇരുനീതിയായിട്ട് തോന്നുന്നുണ്ടോ സാർ ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റ്? അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തത് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള എല്ലാ ഗൈഡ് ലൈൻസിന്റെയും അതുപോലെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്ഷൻ 35 പ്രകാരമുള്ള ഗൈഡ് ലൈൻസിനെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് മോഹൻദാസിന് 70 വയസ്സിൽ കൂടുതൽ പ്രായമായെന്നാണ്. അദ്ദേഹത്തിന് അനാരോഗ്യങ്ങളുണ്ട്. എന്നിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, രാത്രി പോയിട്ട് വീട്ടിൽ പോയിട്ട്. അപ്പൊ ഈ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ടതായ ചില നടപടി ചട്ടങ്ങളുണ്ട്. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അഥവാ ഭാരതീയ ന്യായ നാഗരിക് സുരക്ഷാ സംഹിതയിലും പറഞ്ഞിട്ടുള്ള ഗൈഡ് ലൈൻസിനെല്ലാം വയലേറ്റ് ചെയ്തിരിക്കുകയാണ് അവര്. അപ്പൊ ഇതില് എന്താ കാരണം എന്ന് വെച്ചാൽ എന്താവശ്യത്തിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? ഇപ്പോ അതിന് പറഞ്ഞ കുറ്റങ്ങളൊന്നും സാധാരണഗതിയിൽ അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം പത്രിക എന്ന് പറയുന്ന ഓൺലൈൻ മീഡിയയിൽ അദ്ദേഹം സംസാരിച്ചില്ല. 1-2 വരി അവിടുന്ന് ഇവിടുന്ന് എടുത്ത് കൂട്ടിച്ചേർത്ത് അദ്ദേഹം സ്ത്രീത്വത്തെ അപമാനിച്ചു, കലാപത്തിന് ആഹ്വാനം നൽകി, അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് അന്വേഷിക്കണമായിരുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിന്റെ ഫുൾ പ്രസംഗം എന്താണ് അല്ലെങ്കിൽ ഫുൾ മെസ്സേജ് എന്താണെന്ന് കേൾക്കണമായിരുന്നു. അത് കേൾക്കാതെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സുഖമില്ലാത്ത ഒരാളാ, അദ്ദേഹത്തിന് എങ്ങാനും ഗൗരവമായിട്ട് ഇവർക്ക് എന്തെങ്കിലും അസുഖം സംഭവിച്ചോ എന്തെങ്കിലും അനിഷ്ടം ആയിട്ടുള്ള നടന്നു കഴിഞ്ഞാൽ ഇവർ ഉത്തരം പറയുമോ? കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെട്ടു എന്ന് പറഞ്ഞ് എഴുതി തള്ളുമായിരിക്കും ഇവര്. പക്ഷെ അത് അദ്ദേഹം സ്ത്രീത്വത്തിനെ അപമാനിച്ചിട്ടില്ല, ആരെയും അപമാനിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഈ ജന്തർ മന്ദറിൽ കുത്തിയിരുന്ന അലവലാദികളില്ലേ, പാറ്റകളോ പൂച്ചകളൊക്കെ, അവരോട് പിരിഞ്ഞു പോകാനായിട്ട് ആവശ്യപ്പെടുമായിരുന്നു, താനാണ് അധികാര സ്ഥാനത്ത് ഇരുന്നിരുന്നെങ്കിൽ എന്ന്. അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മൃദു സമീപനമാണ് അവരോട് സ്വീകരിച്ചത്. അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ സമരം എന്താ പറയണത് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോകണം എന്ന് പറയുക. പിരിഞ്ഞു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വല്ല ലാത്തി ചാർജോ അതല്ലെങ്കിൽ ആകാശത്തേക്ക് വെടിവയ്പോ നടത്തും. എന്നിട്ടും പിരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ പിന്നെ വേറെ മാർഗമില്ല, പോലീസ് വെടിവെക്കാൻ തന്നെയായിട്ടാണ് ഉത്തരവുകൾ. ഞാനായിരുന്നു അധികാര സ്ഥാനത്തിരുന്നെങ്കിലും. നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, മോഹൻദാസ് ഏതായാലും പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഒന്നും ആവാൻ പോണില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിനിങ്ങനെ ഒരു എന്താ അറസ്റ്റ് നടത്തി ഒരു വലിയ നാടകം സൃഷ്ടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ കുറെ ദിവസമായി മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പുറകെ നടക്കുകയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യണില്ല എന്ന് ചോദിച്ചിട്ട്. അത് വേറെ കാര്യമുണ്ട്. മാധ്യമങ്ങൾക്കൊക്കെ മോഹൻദാസിനോട് അസൂയാണ്, പച്ച എന്താണ് ഗ്രീൻ എൻവി എന്ന് പറയും, പച്ചയായിട്ടുള്ള അസൂയാണ്. കാരണം മാധ്യമ ഹൗസസിന്റെ ഒക്കെ TV ആങ്കർ പേഴ്സൺസോ TV ന്യൂസ് എഡിറ്ററോ ആയിട്ട് ഇരിക്കണവന്മാർക്കൊന്നും സത്യം പറഞ്ഞ ഒരു വിവരമില്ല. അവർക്ക് പാർട്ടി സ്റ്റഡി ക്ലാസ്സിലോ അല്ലെങ്കിൽ മദ്രസയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ, അല്ലെ മറ്റേ പള്ളിയിൽ അച്ഛന്മാര് പറഞ്ഞു കൊടുക്കുന്ന സൂത്രം മാത്രമേ അവർക്ക് അറിയുള്ളൂ. അതിനപ്പുറത്തോട്ട് അവർക്ക് ചോദിക്കാൻ അറിയില്ല. മലയാളത്തിൽ പറഞ്ഞ ഈ ചരിത്രം വളരെ തന്മയത്വത്തോടു കൂടി എന്താ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് മോഹൻദാസ്. അദ്ദേഹത്തിന്റെ 2 പ്രോഗ്രാം ഉണ്ട്. ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയായിരുന്നു അത് ചാനലിന്റെ, ജനം എന്ന് പറഞ്ഞ ചാനലിന്റെ. ഞാനൊക്കെ ജനം TV കാണുന്നത് മോഹൻദാസിന്റെ ഈ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പൊളിച്ചെഴുത്തും പിന്നെ ബാക്കി പത്രം. അത് കണ്ടിട്ടുണ്ടെങ്കിലും കൂടി നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല. അത് സ്വാതന്ത്ര്യ സമര ചരിത്രവും ഇന്ത്യയുടെ ചരിത്രവും ഒക്കെ ആരും അറിയപ്പെടാത്ത കഥകളും അതിലെ പൊതുവേദികളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്ന കഥകളും ഒക്കെ സംഭവങ്ങളൊക്കെ വളരെ ഗഹനമായി പഠിച്ചതിന് ശേഷമാണ് മോഹൻദാസ് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക.
അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തോട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ ആരുമില്ല. ഈ പറയുന്ന മാധ്യമ സിംഹങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഞാൻ അറിയുന്ന ഒരു കുഞ്ഞിരാമനുണ്ട്, അയാളുടെ കൂട്ടുകാരെ കൊണ്ട് എഴുതിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ. മലയാളത്തിലെ അർണാബ് ഗോസ്വാമിയാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ സ്വയം എഴുതിക്കും മറ്റുള്ളവരെ കൊണ്ട്. അപ്പൊ അവർക്ക് വരെ മോഹൻദാസിനെ പേടിയാണ്. അർണാബ് ഗോസ്വാമി എന്ന് ഞാൻ പറയുന്നത്, മലയാളത്തിലെ അർണാബ് ഗോസ്വാമി എന്ന് ഞാൻ പറയുന്ന ഈ നമ്മുടെ TV ചാനൽ അവതാരകരെയും വാർത്താ വായനക്കാരെയൊക്കെയാണ്. ഈ അർണാബ് ഗോസ്വാമി മോഹൻദാസും ഒക്കെ അവരുടെ കയ്യിൽ സ്റ്റഫ് ഉണ്ട്, നന്നായിട്ട് അവരുടെ കയ്യിൽ മെറ്റീരിയൽസ് ഉണ്ട്, ആരെയും ചോദ്യം ചോദിച്ച് ശരിക്കും വെള്ളം കുടിപ്പിക്കാനായിട്ട്. ഇവരുടെ കയ്യിൽ അതില്ല. ഇവർക്ക് ആകെ കൂടി അറിയാവുന്ന RSSനെ കുറെ കുറ്റം പറയും, BJPനെ കുറെ കുറ്റം പറയും, നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് പല എന്താ പറയുന്ന ചാനലുകളിലും പല ചെറുകഥാകൃത്തുക്കളും നോവലിസ്റ്റുകളും ഒക്കെ എഴുതിയിട്ടുണ്ട് കഥയുടെ പുറത്ത് അവർക്കെതിരെ മെയിൽ ഷോവിനിസത്തിന് കേസ് എടുക്കേണ്ടതാണ്. അതൊന്നും ചെയ്തിട്ടില്ലല്ലോ അവര്. തീർച്ചയായും ഇദ്ദേഹത്തിനെതിരെ ഇപ്പൊ എടുത്തിട്ടുള്ള ഈ 79 BNS പ്രകാരം സ്ത്രീത്വത്തെ അപമാനിക്കൽ. അപ്പൊ ഇത് പ്രകാരമാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ അമ്മയെ അപമാനിച്ച ആളുകളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കലാപാഹ്വാനം 192 BNS കലാപാഹ്വാനം. അപ്പോൾ ഇത്തരത്തിൽ കലാപാഹ്വാനം നടത്തിയിട്ടുള്ള ആളുകൾക്കെതിരെയും ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കൽ, ഇത് നടത്തിയിട്ടുണ്ടെങ്കിൽ ക്രമസമാധാനം തകർക്കുന്ന രീതിയിൽ പെരുമാറുക. അപ്പോൾ പ്രൊട്ടസ്റ്റിന്റെ അകത്ത് പോയി അവിടെ ഈ ദില്ലി പോലീസ് ഓഫീസറിനെ വരെ കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളുണ്ട്. അവർക്കെതിരെയും ഇതുവരെ അറസ്റ്റ് പൂർത്തീകരിച്ചിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഇതേ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ, അതിൽ മാധ്യമപ്രവർത്തകരും പെടുന്നുണ്ട്, അവർ പുറത്തു നിൽക്കുമ്പോൾ ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്യുന്നത്? അത് മോഹൻദാസ് ഹൈന്ദവതയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളാണ്. മോഹൻദാസ് സനാതന ധർമ്മത്തിന്റെ വക്താവായിട്ടാണ് സംസാരിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനോട് വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധവും ഇല്ല. അതുകൊണ്ട് പിന്നെ ഇപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ഹൈന്ദവര് എന്ന് പറയുന്നത് ഇന്ത്യയിലെ 2ാം കിട അല്ലെങ്കിൽ 3ാം കിട പൗരന്മാരാണ്. നമുക്ക് മിണ്ടാനായിട്ടുള്ള അധികാരമില്ല. ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും മാത്രമേ എന്തും വിളിച്ചു പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു ഭരണഘടനയിൽ, ഇനി പറയപ്പെടാത്ത വകുപ്പുകൾ അനുസരിച്ചിട്ട്. അതുകൊണ്ട് മാത്രമാണ് അതല്ലാതെ അദ്ദേഹം ഒരു കലാപ ആഹ്വാനവും നടത്തിയിട്ടില്ല. സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അത് ആരാണെങ്കിലും ഒരു സെൻസ് ഓഫ് ഹ്യൂമർ, അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ എപ്പോഴും ഒരു സർക്കാസ്റ്റിക് കമന്റ്സ് ഉണ്ട്. ഞാനൊക്കെ പലപ്പോഴും അതിശയിച്ചു പോയിട്ടുണ്ട്, എങ്ങനെ എത്ര ഗൗരവമായ പ്രശ്നങ്ങളെ കൂടി വളരെ സിമ്പിളായിട്ട് പറയണു എന്നുള്ളത്. അപ്പൊ ഈ നമ്മളിവിടെ ഈ റഹീമും ഒക്കെ സമരം നടത്തുന്നില്ലേ, എന്താ വെള്ളം ചീറ്റിക്കുമ്പോ പോയി നിന്ന് പെൺപിള്ളേരുടെ കൂടെ നിന്ന് സമരം നടത്തുന്ന കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക? പെൺകുട്ടികൾക്ക് ഇതൊക്കെ ഇഷ്ടമാണെന്നല്ലേ തോന്നുള്ളൂ. അവർ കാണിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ. എനിക്ക് പലരും വാട്സപ്പ് ഇത് അയച്ചു തരുമ്പോഴാണ് ഞാനിത് കാണുന്നത്. എനിക്കത് നാണാവുള്ളൂ. ഈ എന്താ റഹീം ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കാണുമ്പോ അയാൾക്കെതിരെ കേസെടുക്കേണ്ടതാ സ്ത്രീ പീഡനത്തിന്. അതൊന്നും ചെയ്യാണ്ട് എന്തോ ഒരു കാര്യം സ്ത്രീകൾക്ക് അവിടെ പോണ അവർക്ക് റേപ്പ് ഇഷ്ടമായിട്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീത്വത്തെ അപമാനിക്കണേന് എങ്ങനെയാ തുല്യാവണ എങ്ങനെയാ? നമുക്ക് ഈ വിവരമുള്ള അല്ലെങ്കിൽ ബുദ്ധിശക്തിയുള്ള അറിവുള്ള പാണ്ഡിത്യമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മോഹൻദാസ്. അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിനെ തെരഞ്ഞു പിടിച്ച് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി കേരളത്തിലെ മന്ത്രിമാരൊക്കെ ഉത്തരം പറയേണ്ടത്. അല്ല, ഇത് ആഭ്യന്തര വകുപ്പിന്റെ വിജയമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഇടത് സൈബറിടങ്ങളാണെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും വിജയിക്കാൻ പറ്റില്ല. അയാളിപ്പോ ഓപ്പറേഷൻ തൂഫാനായിട്ട് നടക്കുകയാണ് രമേശ് ചെന്നിത്തല. ഈ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള പേരായിട്ട് കിട്ടിയത് പണ്ട് ജിമ്മി നഗർവാല എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ ഓഫീസിൽ ഒരു ക്ലർക്ക് ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. അയാളെ വഴി സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് ഇന്ദിരാഗാന്ധി 65 ലക്ഷം രൂപ പറ്റിച്ചു. ആ പൈസ തിരിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഡ്യൂപ്പ് മിഷൻ ആയിരുന്നു, പ്രോജക്റ്റ് ആയിരുന്നു ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ. ആ പൈസയും കിട്ടിയില്ല. അത് മാത്രമല്ല, ജിമ്മി നഗർവാല ഉൾപ്പെടെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ടവരെ മുഴുവൻ അവർ കൊല്ലുകയും ചെയ്തു. അത്രയും എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൂ. ഇവർ ചെയ്തത് വളരെ മോശമാണ്. ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാന്ന് ഏറ്റവും കൂടുതൽ ബഹളം വയ്ക്കുന്ന CPM-ഉം കോൺഗ്രസും ആണ്. എന്നിട്ട് അവര് ഭരിക്കുന്നത് സംയുക്തമായിട്ടാണ് ഭരിക്കുന്നത്. CPM-ഉം
ഇവര് തമ്മിലുള്ള ഫൈറ്റിംഗ് എന്ന് പറയുന്ന നാടകമാണല്ലോ. നിയമസഭയിൽ ഒക്കെ പുറത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നുണ്ട്. അതൊക്കെ ചുമ്മാ അഭിനയമാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എല്ലാവരും പോയി ഒരുമിച്ചിരുന്ന് മദ്യപിക്കും എന്നിട്ട്. അത്രേ ഉള്ളൂ കാര്യം. ഇവരെയൊക്കെ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? അതില് ഈ പറഞ്ഞ പോലെ എനിക്ക് രമേശ് ചെന്നിത്തലനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം ഉള്ളിൽ ഇപ്പൊ എന്താന്നുള്ളത്. അവര് ഇപ്പൊ ഉള്ള ഇമേജ് പോയി കളഞ്ഞു. അതിനെ പിടിച്ച് മോഹൻദാസിനെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞൊക്കെ ശരിയായി എന്നും പറഞ്ഞുകൊണ്ട്. ഇപ്പൊ എനിക്കറിയില്ല കോടതി എന്ത് തരത്തിലാണ് ഇത് എടുക്കുക എന്നുള്ളത്. അത് യഥാർത്ഥത്തില് അവരുടെ റിപ്പോർട്ട് ഈ ഏതൊരു വാർത്താ ചാനലിൽ വന്ന റിപ്പോർട്ട് പ്രകാരമാണ് കേസ് കൊടുത്തതാണ്. ആ കേസ് കൊടുക്കുന്ന ആള് സ്ഥിരം വ്യവഹാരിയാണ്. മോഹൻദാസിന്റെ പുറകെ നടക്കുന്ന വ്യക്തിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ വകുപ്പുകൾ പ്രകാരം കേസ് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് കേസ് കൊണ്ടുപോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് 12 വർഷം തടവിനുള്ള ശിക്ഷകളാണ്. ഓരോ കേസ് 3 വർഷം വീതം. ഇവിടെ ജീവപര്യന്ത ശിക്ഷ കിട്ടേണ്ട ഓരോ വ്യക്തികള് പ്രതിപക്ഷ നേതാവായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ. ലോക്സഭയിലും നിയമസഭകളിലും ഒക്കെ. അവർക്കെതിരെ എടുക്കാത്ത ആക്ഷനാണോ മോഹൻദാസിനെതിരെ ഇവർ എടുക്കാൻ പോണ? തെളിയിക്കണ്ടേ? അത് അവർ തെളിയിക്കട്ടെ. അവര് ഇത് ചുമ്മാ ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തു, RSS സൈദ്ധാന്തികൻ മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട്. അത് മോഹൻദാസിനെ ഡിസോൺ ചെയ്യുന്നത് ആരാണ്? RSS മോഹൻദാസുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞ് അത് പകലൊക്കെ പത്രത്തിന്റെ മാനേജരും രാത്രിയാകുമ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് ന്യൂസ് എഡിറ്റ് ചെയ്യുന്ന വ്യക്തികളാണ്. ന്യൂസിനെ പറ്റി ഒരു വഴി അറിയാൻ പാടില്ലാത്ത ആൾക്കാർ. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നു. അതുകൊണ്ട് തന്നെ RSSകാർ നോക്കിക്കോളണം, എന്റെ എല്ലാ കാര്യങ്ങളും RSSും BJP നോക്കിക്കോളണം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില അലമ്പ് കേസുകെട്ടുകളുണ്ട് ഈ RSSനകത്തും BJPക്കകത്തും. അവരൊക്കെയാണ് ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് മുഴുവനും. എനിക്ക് തോന്നുന്നില്ല മോഹൻദാസ് എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന്റെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ എല്ലാ ഗൈഡ് ലൈൻസും വയലേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. പിന്നെ അദ്ദേഹം ചെയ്തു എന്ന് പറയുന്ന കുറ്റം, അദ്ദേഹം പറഞ്ഞ കമന്റ്സ് ആരെയും ദുഷിച്ചിട്ടോ അതല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല. അദ്ദേഹം പറഞ്ഞ് ഞാൻ കേന്ദ്രമന്ത്രിയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അധികാരം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നതുപോലെ ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അതൊരു വലിയ കുറ്റമാണോ അങ്ങനെ പറയുന്നത്? ഇപ്പൊ ഞാനും പറയാമല്ലോ, വേണമെങ്കിൽ ഞാനായിരുന്നു സമയത്ത് പ്രധാനമന്ത്രി എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരൊറ്റ ഒരുത്തിനെ വെറുതെ ഈ FCRA ബില്ലൊക്കെ ഞാൻ പണ്ടേ പാസ്സാക്കിയാണ് ഇവന്മാരുടെ ഒക്കെ അടുത്ത് പോയി പണി നോക്കാൻ പറഞ്ഞു എന്ന് ഞാനും പറയും. അത് കുറ്റമാണോ അത് പറയുന്നത്? ഇപ്പോ കഴിഞ്ഞ ദിവസം അതിലെ ഒരു വീഡിയോ പ്ലേ ചെയ്തല്ലോ, തുണ്ടിയിൽ, ചെറിയ തുണ്ടിയിൽ എന്ന് പറഞ്ഞ ഒരു മതപ്രചാരകനുണ്ടല്ലോ, ഒരു കിളവൻ. അയാളിങ്ങനെ നാട് നീളെ നടന്ന മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. അയാളുടെ വീഡിയോയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നരേന്ദ്ര മോദിയെയും പിന്നെ അമിത്ഷായെയും അയാൾ വാൺ ചെയ്തിരിക്കുക. Who is this old man to warn Narendra Modi and Amit Shah? അയാൾ ഇവർക്ക് ന്യൂനപക്ഷത്തിന്റെ അവകാശം അയാൾ ദുരുപയോഗം ചെയ്യല്ലേ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യാമോ? ഇന്ത്യൻ പ്രധാനമന്ത്രിനെ വാൺ ചെയ്യാനായിട്ട് ഈ എലുമ്പൻ കത്തോലിക്ക പുരോഹിതന് കഴിയുള്ളൂ. ഞാൻ പണ്ട് തൊട്ടേ പറയാറുണ്ട് ഇവരൊക്കെ മഹാകള്ളന്മാരാണ്, ഇവരെ തിരിച്ചുകൊണ്ട് നടക്കും, എന്നിട്ട് ഇവര് ഉള്ളിലിരിപ്പ് മുഴുവൻ ഇതുപോലെയാണെന്ന്. ഇത് വളരെ തെറ്റാണ് ചെയ്തത്. അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടാവില്ല, ഒരു ജയിലും ഉണ്ടാവില്ല. മിക്കവാറും എനിക്ക് തോന്നുന്നു ജാമ്യം കൊടുക്കേണ്ടതാണ് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ് റൈറ്റ് നൗ. പിന്നെ കേരളത്തിലല്ലേ സംഭവം, എന്താ ഏത് രീതിയിൽ എടുക്കാം? ഒന്നും വേണ്ട, നിയമസഭയ്ക്കകത്ത് കയറി സ്പീക്കറുടെ പോഡിയത്തിൽ കയറി കമ്പ്യൂട്ടറും തല്ലി പൊളിച്ച് കളഞ്ഞ് മുണ്ടും മടക്കി കുത്തി ഒരു ചങ്ങാതി ഉണ്ടല്ലോ, അയാൾ വിദ്യാഭ്യാസ മന്ത്രിയായില്ലേ സംസ്ഥാനത്തിന്റെ, വെറുതെ കാട്ടിക്കൂട്ടിയത് മുഴുവൻ മഹാപോക്കിരിത്തരല്ലേ അയാൾ കാട്ടിക്കൂട്ടിയത്. അയാൾക്കെതിരെ കേസ് എടുത്തോ എന്നിട്ട്? ഇതുവരെ തെളിവില്ലെന്നായിരുന്നു സാർ പറഞ്ഞു. തെളിവില്ലാന്ന് ലോകര് മുഴുവൻ കണ്ടാണ്, വീഡിയോയിൽ ലൈവായിട്ട് കണ്ടതാണ്. അതെന്നിട്ടും തെളിവില്ലാന്നാണ് പറയുന്നത്. കഷ്ടം. അതുപോലെ ഒരു വാഴിക്കൽ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് കണ്ണൂര് വെച്ച് വധിക്കുകയോ ഇത് ചെയ്തു. എന്നിട്ട് പറഞ്ഞു പാടത്തെ പണിക്ക് വരുമ്പത്ത് കൂലി കൊടുത്താന്ന് പറഞ്ഞു. ആ മനുഷ്യൻ കേരളത്തിന്റെ ഏറ്റവും വലിയ ആളായില്ലേ, മുഖ്യമന്ത്രി ആയില്ലേ അയാള്?
അയാൾ ഇപ്പോഴും നടക്കുന്നു. അയാളുടെ തൊടാൻ പറ്റുമോ? ഇപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോ അവരുടെ കാറും തള്ളി പൊളിച്ച് അവരെ കയ്യേറ്റം ചെയ്തു. അവന്മാർക്കൊക്കെ ജാമ്യം കിട്ടി, അവന്മാർ പോയി അവരുടെ പാടുന്നു. എന്തെങ്കിലും കേസെടുത്തോ? ദിസ് ഇസ് കേരള. ഇത് ശരിക്കും സാംസ്കാരിക നായകന്മാര് അവര് പ്രതികരിക്കേണ്ടതായിരുന്നു. മോഹൻദാസിനെ പോലുള്ള ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അവര് പ്രതികരിക്കേണ്ടതായിരുന്നു. ഒരു മനുഷ്യന് ദേശീയതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് കുറ്റമാണോ? ക്രിമിനൽ കുറ്റമാണോ? പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.